എല്ലാ വ്രതങ്ങളെക്കാട്ടിലും പ്രാധാന്യം ശിവരാത്രിയുടെ വ്രതത്തിനാണ്. ഇത് എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്. മാഘം, അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രി വരുന്നത്. ഇത് കൂടാതെ എല്ലാം ചെയ്യേണ്ടത് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് ശിവപൂജ ചെയ്തിട്ട് ശിവസങ്കല്പം ചെയ്യണം. ഇന്ന് രാത്രി ഞാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പോകണു, അത് നിർവിഘ്നം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുക എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ശിവസങ്കല്പം. സങ്കല്പം എടുത്തിട്ടേ വ്രതം എടുക്കാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനം, എത്ര നമശിവായ ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയും നമശിവായ ചൊല്ലുക. രാവിലെ വരെ നമശിവായ ചൊല്ലുക. അത് ചൊല്ലിക്കാൻ അങ്ങനെ ഒരു ശിവരാത്രി വ്രതം എടുത്താൽ പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് തലയിൽ നമശിവായ എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ചൊല്ലി വെക്കണം ആ രാത്രി കൊണ്ട്. അതുമല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിശേഷമായിട്ട് ചെയ്യാം. ധ്യാനിച്ചിട്ട് ചിത്രം വരയ്ക്കാം. ഭഗവാനെ ധ്യാനിച്ച് ശില്പരചന ചെയ്യാം. ഭഗവാന്റെ ശില്പങ്ങൾ, ഭഗവാന്റെ ചിത്രങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യാം. കൈലാസത്തിൽ ആ സമയത്ത് ഭഗവാനെ കോടിക്കണക്കിന് ദേവന്മാരും രുദ്രഗണങ്ങളൊക്കെ ഇങ്ങനെ അഭിഷേകം ചെയ്യണത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഭഗവാൻ ഇങ്ങനെ ആ കൊടുമുടി പോലെ ഇരുന്നിട്ട് ഇവരിങ്ങനെ ആകാശമാർഗത്ത് നിന്നിട്ട് ഭഗവാനെ ഇങ്ങനെ ഏട്ടമുറിയാതെ ധാര കൊടുത്തുകൊണ്ടിരിക്കണതൊക്കെ മനസ്സിൽ സങ്കല്പിക്കുക. നമ്മുടെ മനസ്സിന് ഏത് രീതിയിൽ ഇഷ്ടമോ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുക. ഇതൊക്കെയാണ് ശരിക്ക് നമ്മളിന്ന് സാധാരണക്കാർക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. ജപിക്കുക. ജപത്തിന് ഒരു കുറവും വരുത്തരുത്. നിങ്ങൾ ഇവൻ ഭക്ഷണം കഴിച്ചോ, വ്രതമായിട്ടൊന്നും എടുക്കണമെന്നില്ല, ജപം മുടക്കരുത്. ഒരു മന്ത്രത്തിനും എക്സ്ട്രാ വേണ്ട, നമശിവായ എന്ന് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഭഗവാൻ സന്തോഷിക്കും. വേണമെങ്കിൽ നമശിവായ ച നമശിവായ എന്നും പറയാം. നമശിവായ ച നമശിവായ എന്ന് പറഞ്ഞാൽ ശിവായ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും, ശിവനും ശിവയ്ക്കും 2 തരം പഞ്ചാക്ഷരമാണ്. അപ്പം നമശിവായ ച നമശിവായ എന്ന് പറഞ്ഞിട്ടും പൂജ കഴിക്കാം.